സ്വന്തം തന്തയെ കണ്ടിട്ട് അവജ്ഞയോടെ കടന്നുപോയ നിനക്ക് ഇനി വരാൻ പോകുന്നത് ഏതോ വലിയ ദുരന്തമാണ്. അനു, മാഡം, അനു എന്താ ഇത്? ഈ കളക്ടറേറ്റിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലേ? മാഡം, അത് പിന്നെ എന്താ? അത് പിന്നെ നീ എന്നോടുള്ള ദേഷ്യം ആ കൊച്ചിനോട് തീർക്കണ്ട. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്. കയറി വന്നതുപോലെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ എനിക്കറിയാം. ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ തന്നെയാ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇല്ല, പറയുന്നില്ല. നീ ആഗ്രഹിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നീ എന്റെ പിന്നാലാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇങ്ങനെയൊരു മകൾ ഇനി എനിക്കില്ല. ഇതിനെന്താ വില? എത്ര ചേട്ടാ? 150 രൂപ. ഇത് കുറവല്ലേ? ചേട്ടാ, അതിച്ചിരി കൂടുതലാ. എന്നാലും 150 ഇത്തിരി കൂടുതലല്ലേ ചേട്ടാ? ഇത് കുറച്ച് ഒരിടത്തും കിട്ടത്തില്ല. നിന്റെ അപ്പം വേലായുധനെന്താടി പുതിയ കൊട്ടേഷൻ വല്ലതും എടുത്തോ? ഒന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോ നീ. മനസ്സിന് സമാധാനം ഉണ്ടാവുമ്പം ആരും നന്നാവും. എന്തായാലും നന്നായിരിക്കുമല്ലേ, അല്ലാതെ അവിടുത്തെ ജീവിതം പോലെ കോലം കെട്ടിരിക്കുമല്ലോ. എന്താണ് നീ പറഞ്ഞേ? തൊട്ടുപോലെ തന്നെ. ഞാനിപ്പോ നിൽക്കുന്നതേ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെയാ. അവിടുത്തെ ജീവിതം മടുത്തിട്ട് തന്നെയാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഭർത്താവ് പദവി ചമയുന്നതൊക്കെ ആ വീട്ടിൽ വരുമ്പോ മതി. ഇവിടെ അതെടുക്കരുത്. ഇവിടെ എടുത്താ നീ എന്ത് ചെയ്യോടി? നിന്നെ രക്ഷിക്കാൻ പോന്ന നിന്റെ കാമുകന്മാരാരെങ്കിലും എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റോ? വലിക്കൊക്കെ കാണട്ടെ. നീ എന്തായി കാണിക്കുന്നേ? മാറിക്കൊണ്ട് ആരാന്ന് വെച്ചാ ഈ പപ്പനെ തൊടാൻ മാത്രം തന്ത ഗുണമുള്ള മക്കളാരെങ്കിലും ഈ ചന്തയിലുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ മുടി ഞാൻ ഇനി തലയോട്ടിന്ന് വലിച്ചു പറിച്ചെടുക്കും. വിളിക്കടി നീ നിന്റെ കാമുകനെ. നീ വിളിക്കാൻ പരാക്രമം കാണിക്കേണ്ടതേ പെണ്ണുങ്ങളോടല്ല. ഞാൻ എന്റെ ഭാര്യയോടാടാ പരാക്രമം കാണിച്ചത്. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില്. ഇതേ മാർക്കറ്റാ. പല പല ആവശ്യങ്ങൾക്ക് പലരും വരുന്ന സ്ഥലം. ഇവിടെ നിന്റെ വൺമാൻ ഷോയും കണ്ടിരിക്കാനുള്ള മനക്കെട്ടിയില്ലാത്തോണ്ട് പറയുക. ചെല വിട്ടുപിടി. അത് പറയാൻ നീ ആരാടാ? ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷേ നീ എന്നെ നിന്റെ കാലനാക്കലെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇനിയും ജയിലിലേക്ക് പോകാനുള്ള ഒരു മടി കൊണ്ടാ. അപ്പൊ ഇതാണല്ലേ നിന്റെ ഇപ്പോഴത്തെ മറ്റവൻ? ഇവനെ കാണാൻ വേണ്ടിയാണല്ലേ നീ പഠിക്കാൻ പോവാണെന്നും പറഞ്ഞ് ഇവിടെ നിന്റെ വീട്ടിൽ നിൽക്കുന്നത്? നിങ്ങളൊക്കെ കണ്ടല്ലോ, ഇതെന്റെ ഭാര്യയാ. പക്ഷെ ഇവളെ എന്റെ വീട്ടിൽ നിൽക്കത്തില്ല. എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടി നിൽക്കുവാണെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ബലാത്സംഗ വീരണോ അതോ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ നടക്കുന്ന സീരിയൽ കില്ലറോ? പെണ്ണുങ്ങടുത്ത് മാത്രമേ നിന്റെ പരാക്രമം നടക്കത്തുള്ളൂ. നല്ല നട്ടലുള്ള പോലീസുകാരുടെ അടുത്തേ നീ അതെടുക്കത്തില്ല. സോമശേഖര, പെണ്ണിന്റെ വാക്ക് കേട്ട് ഉറഞ്ഞുതുള്ളി വരല്ലേ.
അങ്ങനെ വന്നവരെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി പനിച്ചു വിറച്ച് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാ. ഇതവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. അവളൊരു പരാതി വന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അത് റിയലായിട്ട് നടന്നതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ വരച്ചു ചേർക്കണം. ഞാൻ അങ്ങനെ നിനക്ക് അനുകൂലമായിട്ട് വരയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ സാറ് മൊടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. പിന്നെ നീ എന്ത് കരുതിയടാ? നിന്റെ ചട്ടമ്പിത്തരം കണ്ട് ആരാധന മൂത്ത് നിന്നെ നായകനാക്കി ഞാൻ വല്ല സിനിമയും പിടിക്കുമെന്നോ? ഒരു ജോഷിപ്പടത്തിന്റെ എല്ലാ ചേരുവയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു തിരക്കഥ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭദ്രൻ സാറിന്റെ സിനിമയിലെ ആടുതോമയെ കൊണ്ടുപോയതുപോലൊരു പോക്ക. അത് ഞാനിവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. പെൺവാണിഭ വീരനും പെണ്ണിനെ പീഡിപ്പിക്കുന്നവനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. മാർക്കറ്റിലുള്ളവരും സാധാരണക്കാരുമല്ലേ നിന്റെ ആരാധകര്. നിന്റെ ആ ആരാധകരുടെ കണ്ണു തള്ളിക്കുന്ന കാഴ്ചയാടാ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വിലങ്ങ് വെക്കടോ അവനെ. സർ മാറിക്കടോ. ഞാൻ ഈ പറയുന്ന ഡേസി ഒന്നും ചെയ്തിട്ടില്ല. ദേഷ്യം വന്നപ്പോ അവളെ തല്ലാനൊന്ന് കൈ ഓങ്ങിയെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മതിയടാ, നീ തല്ലാനോങ്ങിയില്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ തല്ലി ഞാൻ ഒപ്പിച്ചെടുത്തോളാം.